അങ്ങനെ ഈ ഒരു സീസണിലെ മൂന്നാമത്തെ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സീസണിൽ റെലഗേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് കൂടുതൽ ആശങ്ക നൽകുന്നത്. ഈ ഒരു സീസണിൽ കളിച്ച ആദ്യ 3 മത്സരങ്ങളിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ 2-1 എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ മത്സരത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പോലും ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ വളരെ മോശം തന്നെയാണ്. ഒരുപാട് അറ്റാക്കുകളും അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കെവിൻ യോക്കും അതുപോലെ തന്നെ എബിൻ ദാസും ഇന്നത്തെ മത്സരത്തിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഹോം മത്സരമായിരുന്നു ഇത്. അങ്ങനെ രണ്ടാമത്തെ ഹോം മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ആശ്വാസ ഗോൾ നേടിയത് വിക്ടർ ബർത്തമി ആയിരുന്നു. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടുന്ന താരം വിക്ടർ ബർത്തമിയാണ്. വിക്ടറിന്റെ നല്ലൊരു ഫിനിഷിംഗ് തന്നെയായിരുന്നു അത്. ഇനി അടുത്ത മത്സരം വരുന്ന മാർച്ച് 7-ന് ചെന്നൈയിൻ എഫ്സിക്കെതിരെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ചെന്നൈ എഫ്സിയുടെയും അവസ്ഥ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. ഇനി ആ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത് വെറും 10 മത്സരങ്ങൾ മാത്രമാണ്. റെലഗേഷൻ ഒഴിവാക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തകർന്നുപോയ ഒരു അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ്. എന്തായാലും ഇനി ഈ ഒരു സീസണിൽ യാതൊരുവിധ പ്രതീക്ഷയൊന്നുമില്ല. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.